സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ ക്ലോസറ്റ് പൊട്ടിവീണ് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റ ജീവനക്കാരിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സെക്രട്ടേറിയറ്റിലെ അനക്സ് 1-ലാണ് അപകടമുണ്ടായത്. വിവരങ്ങളുമായി എസ് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, കാലപ്പഴക്കം ചെന്ന ഉപകരണങ്ങൾ തന്നെയാണോ ശുചിമുറിയിൽ ഉണ്ടായിരുന്നത്? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെ? ദേവിക, ഔദ്യോഗികമായി അക്കാര്യത്തിൽ ഒരു വ്യക്തത നിലവിൽ വന്നിട്ടില്ല. അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ തദ്ദേശ വകുപ്പ് ജീവനക്കാരി സെക്രട്ടേറിയറ്റ് അനക്സ് 1-ലെ ടോയ്ലറ്റിൽ കയറുകയും ടോയ്ലറ്റിലെ ക്ലോസറ്റ് പൂർണ്ണമായി തകർന്നു വീഴുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. ഇവരുടെ കാലിന് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ആദ്യം തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലും പിന്നീട് അവിടെ നിന്നും തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിലേക്കും തദ്ദേശ വകുപ്പ് ജീവനക്കാരിയെ മാറ്റിയിട്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലപ്പഴക്കം ചെന്ന വസ്തുക്കൾ ഉപയോഗിച്ചാണോ ടോയ്ലറ്റ് നിർമ്മാണം നടത്തിയതെന്ന് അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പരിശോധന ഇപ്പോൾ നടക്കുകയാണ്. അതേസമയം തന്നെ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ അസോസിയേഷനുകൾ അടക്കം ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള വിമർശനവുമായി സർക്കാരിനെതിരെ എത്തിയിട്ടുണ്ട്. പല രീതിയിലുള്ള മോടിപിടിക്കലുകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിലെ അനക്സ് 1-ലും 2-ലും നടക്കുന്നുണ്ട്. പക്ഷേ വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ജീവനക്കാർക്ക് വേണ്ട രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ ബാത്റൂമുകൾ കേന്ദ്രീകരിച്ചും ടോയ്ലറ്റുകൾ കേന്ദ്രീകരിച്ചും നടത്തേണ്ട നവീകരണ പ്രവർത്തനങ്ങളോ സർക്കാർ തലത്തിൽ നിന്ന് നടക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും ജീവനക്കാരിക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കുകൾ ഏറ്റിട്ടുണ്ട്. മുൻപും സമാനമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ സെക്രട്ടറിനുള്ളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംഭവത്തിൽ അന്വേഷണം അടക്കം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ജീവനക്കാരി നിലവിൽ ഇപ്പോൾ തിരുവനന്തപുരത്തെ കിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഒപ്പം തന്നെ അന്വേഷണവും ഈ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ശാലിനി, വളരെ മുൻപ് തന്നെ ഇതിലൊരു പരാതി ഉയർന്നു വന്നിട്ടുണ്ടോ? കാരണം ഇത്തരം ശുചിമുറികളിൽ സുരക്ഷിതമല്ലാത്ത ഉപകരണങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ അത് മാറ്റണം എന്നുള്ള തരത്തിൽ ജീവനക്കാരുടെ ഭാഗത്തു നിന്നും അപേക്ഷകൾ വന്നിട്ടുള്ളതായി അറിയാൻ സാധിക്കുന്നുണ്ടോ? മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയാണ്? ദേവിക, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആരോഗ്യ നില തൃപ്തികരമാണ് എന്നുള്ളതാണ്. കാലിനാണ് പരിക്കുകൾ ഏറ്റിട്ടുള്ളത്. നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് പോലെ ക്ലോസറ്റിന്റെ ഒരു ഭാഗം, അതായത് യൂറോപ്യൻ ക്ലോസറ്റ് ആണ്, അതിന്റെ ഒരു ഭാഗം പൂർണ്ണമായും തകർന്നു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇവരുടെ കാലിന് ചെറിയ പരിക്കുകൾ ഏറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ വസ്ത്രങ്ങളിൽ മുഴുവൻ രക്തം പുരണ്ട നിലയിലാണ് ഈ ടോയ്ലറ്റിൽ നിന്നും ഈ തദ്ദേശ വകുപ്പിലെ ജീവനക്കാരിയെ ടോയ്ലറ്റിന് പുറത്തേക്ക് എത്തിക്കുന്നത്. അവിടെ നിന്നും ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് മറ്റ് പരിശോധനകൾക്കും ഒപ്പം തന്നെ വിദഗ്ധ ചികിത്സയ്ക്കുമായി കിംസ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത്. ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെ കാലപ്പഴക്കം ചെന്ന വസ്തുക്കൾ ഉപയോഗിച്ചുള്ള നിർമ്മാണം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു വിമർശനം അത് വിവിധ കോണുകളിൽ നിന്ന് ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ക്ഷേമ പ്രവർത്തനങ്ങൾ ജീവനക്കാർക്ക് വേണ്ടി നടത്തുന്നില്ല എന്നുള്ളൊരു വിമർശനം ഒരു ഭാഗത്ത് ഉയരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ അനക്സ് 1-നുള്ളിലെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങളിലൊക്കെ തന്നെ മോടി പിടിപ്പിക്കുന്ന നടപടികൾ സ്വീകരിച്ചിരുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ചേംബർ ഇരിക്കുന്ന കോംപ്ലക്സ് അടക്കം വെള്ളപൂശി മിനുസപ്പെടുത്തുന്ന നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ പ്രാഥമികമായി ചെയ്യേണ്ട ചില നടപടികളും ഒപ്പം തന്നെ നവീകരണ പ്രവർത്തനങ്ങളും ഇത്തരം മേഖലകളിൽ നടക്കുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്നാലും സംഭവത്തിൽ അന്വേഷണം തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ എന്തുകൊണ്ടാണ്, കാലപ്പഴക്കം കൊണ്ട് തന്നെയാണോ ഈ ഒരു അപകടം അവിടെ ഉണ്ടായതോ മറ്റേതെങ്കിലും തരത്തിലുള്ള ഇടപെടലാണോ എന്നടക്കമുള്ള കാര്യങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ദേവിക, സെക്രട്ടേറിയറ്റിലെ ശുചിമുറിയിൽ ക്ലോസറ്റ് പൊട്ടിവീണ് തദ്ദേശ വകുപ്പിലെ ഉദ്യോഗസ്ഥയ്ക്ക് പരിക്കേറ്റ ജീവനക്കാരിയെ ആശുപത്രിയിലേക്ക് മാറ്റി. സെക്രട്ടേറിയറ്റിലെ അനക്സ് 1-ലാണ് അപകടമുണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് എസ് ശാലിനി.